മുട്ടുവേദനയുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സർജറി വേണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനെ മുട്ട് മടക്കി നിവർത്തുമ്പോൾ ഈ ഭാഗത്ത് മുട്ടിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ജോയിന്റിലാണ് ഇഷ്യൂ എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ മടക്കി നിവർത്തുമ്പോൾ വേദനയില്ല, നമ്മൾ കുറച്ചും കൂടിയും ഇങ്ങനെ വരുമ്പോഴാണ് വേദനയെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന മസിൽസിൻ്റെ ടൈറ്റ്നസ് കൊണ്ടാണ് ഈ വേദന വരുന്നത്. ഇനി അങ്ങനെ വേദന ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൾ ഒന്ന് തിരിച്ചും രണ്ട് സൈഡിലേക്കും തിരിക്കും. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ട്, അതിനർത്ഥം നിങ്ങളുടെ ഹിപ്പ് മസിൽസിനാണ് ഇഷ്യൂ എന്നാണെങ്കിൽ. അതിനുശേഷം നമ്മൾ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മുട്ടിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ തൈ മസിൽസിന്റെ സ്റ്റിഫ്നെസ് കൊണ്ടാണ് ഈ വേദന എന്നാണ്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും വേദനയില്ല, കാല് നടക്കുമ്പോഴാണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ആങ്കിൾ ജോയിന്റ് അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റിലാവും. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നിരുന്നു. 76 വയസ്സുള്ള ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്. വന്ന് കയറി ഇരുന്നപ്പോൾ തന്നെ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്നാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ നടന്നു വരുന്നുണ്ട്, നിങ്ങളുടെ മുട്ടിനൊരു കുഴപ്പമില്ല, പിന്നെ ആരാണ് നിങ്ങളോട് ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണെന്ന് പറയുന്നത്? അപ്പോൾ ആ സംശയം മാറ്റാനാണ് അവർ എൻ്റെ അടുത്ത് വന്നതാണ് അവരുടെ ഉത്തരം. ഇങ്ങനെ പല ആൾക്കാരും അവരുടെ MRI റിപ്പോർട്ട്, XI റിപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന കൃത്യമായിട്ടുള്ളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാതെയാണ് വെറും MRIൻ്റെയും XIൻ്റെ റിപ്പോർട്ടിൽ ബേസ് ചെയ്ത് മാത്രം ഗ്രേഡ് 4, ഗ്രേഡ് 3 എന്നൊക്കെ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇവിടെയാണ് സർജറി വേണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. പല ആളുകൾക്കും അറിയാം അവരുടെ പ്രശ്നം മുട്ടിൻ്റെ ഉള്ളിലല്ല, പേശികളുള്ള വേദനയാണ്, പിന്നെ എങ്ങനെയാ സർജറി ചെയ്ത് മാറ്റാം എന്നുള്ള കോമൺ സെൻസ് പല ആൾക്കാർക്കും ഉണ്ട്. ഡോക്ടേഴ്സ് അവർ പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവാണ്. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ ജോയിൻസിനകത്ത് സിവിയർ ആയിട്ട് വേദനയുണ്ടെങ്കിൽ, രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, ചെറുതായിട്ട് അനങ്ങുമ്പോൾ പോലും വേദനയുണ്ടെങ്കിലാണ് ആ ജോയിന്റിനകത്താണ് ഏറ്റവും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ജോയിന്റ് നിങ്ങൾക്ക് വേദനയില്ലാതെ അനക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ കാല് നല്ലപോലെ മടങ്ങാത്തതാണ് പ്രശ്നമെങ്കിൽ അത് പ്രശ്നം നിങ്ങളുടെ മസിൽസിലുള്ള നീർക്കെട്ടാണ്. അതിന് ജോയിന്റ് റീപ്ലേസ്മെന്റ് അല്ല ട്രീറ്റ്മെന്റ്. ഞാനിവിടെ സർജറിയുടെ അഡ്വാൻസ് ആയിട്ടുള്ള നീ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ റോബോട്ടിക്സിനെ കുറിച്ചൊന്നും എതിരായിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ കൺസേൺ അതിന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെയാണ്. പല പേഷ്യൻസിനും ഇത്തരം തെറ്റായ ഡയഗ്നോസിസിലൂടെ പലപ്പോഴും സർജറി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർജറി നിർദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലാണോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ സംശയം. നിങ്ങൾക്കും മുട്ടുവേദനയ്ക്ക് സർജറി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ ബന്ധുക്കൾ ആർക്കെങ്കിലും മുട്ടുവേദന ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ ഇത്തരം സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.